വഖഫ് ബോർഡ് നിയമത്തിനെതിരെ ഉപ്പുതറയിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി പീരുമേട് താലൂക്ക് യൂണിയനാണ് സദസ് സംഘടിപ്പിച്ചത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ES ബിജു ജനജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്തു. വഖഫ് ബോർഡ് നിയമനത്തിന് അംഗീകാരം നൽകിയത് കോൺഗ്രസ് ആണെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ES ബിജു. ഹിന്ദു ഐക്യവേദി പീരുമേട് താലൂക്ക് കമ്മിറ്റി വഖഫ് നിയമത്തിനെതിരെ നടത്തിയ ജനജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് രാജ്യത്തെ പൊതു നിയമങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബോർഡ് ഭാരതത്തിലെ മുഴുവൻ ഭൂമിക്കും അവകാശവാദം ഉന്നയിക്കുകയാണ്. അത് തങ്ങളുടേതാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് പിടിച്ചെടുക്കുകയാണ്. നെഹ്റു നരസിംഹറാവു സർക്കാരുകളാണ് വഖഫ് നിയമം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചത്. വഖഫിന്റെ പേരിൽ വിലയ്ക്ക് വാങ്ങിയ ഭൂമിയിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ വെറും കൈയോടെ ഒഴിഞ്ഞു പോകേണ്ട ഗതികേടിലാണ്. ക്രിസ്ത്യൻ ഹിന്ദു സംഘടനകൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം പിന്തുണ നൽകിയതാണ് മുനമ്പത്തും തളിപ്പറമ്പിലും കൂട്ട ആത്മഹത്യ നടക്കാതിരുന്നതെന്നും വഖഫ് നിയമം റദ്ദു ചെയ്യാൻ BJP സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഷോൺ ജോർജ് പറഞ്ഞു. പുറത്താക്കുവാൻ വേണ്ടി അവർക്കെതിരെ നരേന്ദ്രമോദി പണച്ചുണ്ടാക്കുന്ന ഒരു നിയമമായി ആണ് എന്ന് വ്യാപകമായി ഈ നാട്ടിൽ പ്രചരണമുണ്ടായി. ഒരു പരിധിവരെ നമ്മളൊക്കെ കുറച്ചെങ്കിലും ആ പ്രചരണത്തിൽ വീണവരാണ്. നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ മഹാരാജ്യത്ത് നിലവിൽ വന്നിട്ട് വർഷങ്ങൾ കഴിയുന്നു. അതിന്മേൽ ഇപ്പോ ഇന്ത്യയുടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു പ്രതിഷേധമില്ല എന്ന് മാത്രമല്ല, ആ വിഷയം വഴി ഇന്ത്യ രാജ്യത്ത് എന്ത് ദോഷമുണ്ടായി എന്ന് ഈ രാജ്യമൊട്ടാകെ പ്രക്ഷോഭം നടത്തുകയും ഈ രാജ്യമൊട്ടാകെ ലഹളയിറക്കിവിടുകയും ചെയ്ത കോൺഗ്രസിന് ഇന്ന് മിണ്ടാട്ടമില്ല. ജനജാഗ്രതാ സദസ്സിൽ BJP പീരുമേട് മണ്ഡലം പ്രസിഡന്റ് B മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. TK രാജു പുളിങ്കട്ട, PK സോമൻ, TK രാജു കാക്കത്തോട്, S ജയരാജ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.